ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഭാഗ്യം, എന്താണ് നിങ്ങളുടെ ആ ഒരു നല്ല സമയം എന്ന് നോക്കാം റീഡിങ്ങിലൂടെ. ഇവിടെ സമയം ഇപ്പോൾ ഇങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹെൽപ്ലെസ് ആകുന്നു, അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ചിന്തയുള്ള ആൾക്കാർ കാരണം നിങ്ങൾ ഹെൽപ്ലെസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എത്ര നല്ലത് ചെയ്തിട്ടും മറ്റുള്ളവർ നിങ്ങളെ ശത്രുവായി കണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, ഹെൽപ്ലെസ് ആക്കുന്നു, നിങ്ങളെ ആരും സഹായിക്കാൻ പാടില്ല, നിങ്ങൾ ഒറ്റയ്ക്കാക്കണം എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങളെ കോർണർ ആക്കുന്നു എല്ലാവരും കൂടെ ചേർന്ന്. അതായത് ഒരു വ്യക്തിയുടെ സിറ്റുവേഷനെ അങ്ങനെ ക്രിയേറ്റ് ആക്കുക, അതായത് ആ വ്യക്തിക്ക് തന്നെ തോന്നണം നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ. ഈ ഒരു ഒറ്റ കാരണം നിങ്ങൾ മെൻ്റലി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എലോൺ ആക്കുന്നു, നിങ്ങളെ സഹായിക്കാനില്ല, ഞാൻ എന്ത് ചെയ്യിച്ചാൽ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ, എന്തിനാ ഇവർ എന്നോട് എങ്ങനെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നി നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമാവസ്ഥയിലേക്ക് പോകുന്നു. അതായത് മാനസികമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കാം അതിനു വേണ്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾ ഐസൊലേഷനിലേക്ക് പോവുകയുള്ളൂ. ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ ഭയങ്കരമായിട്ട് പ്രഭാവിതരാകുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ശക്തി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ട്. അത് കാരണം ഇവർ നിങ്ങളിൽ പ്രഭാവിതരായി നിങ്ങളെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിക്കുന്നു. ഈ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ പാസ്റ്റിനെ റിലീസാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങൾ ഒന്നും മനസ്സിൽ ഇങ്ങനെ വച്ച് വിഷമിക്കാതെ റിലീസാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും സമയം വേസ്റ്റാക്കി കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും സമയത്തിന് ഫേവറായിട്ട് പോവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ സമയത്തെ ഉത്തമമായ രീതിയിൽ വിനിയോഗിക്കുന്നു. അതിൻ്റെ ആ ഒരു കഴിവും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമയം ഉചിതമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കൂ. അല്ല എങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുക. അപ്പോൾ ദൈവം മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ റിലീസാക്കിയിട്ട് സമയത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള കഴിവ്. ഇവിടെ എന്തായാലും നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് വലിയ കാര്യം. നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. ഒരു ബുദ്ധി നിങ്ങൾക്ക് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരോട് എങ്ങനെ പെരുമാറണം, അതായത് ഒരു ആളിങ്ങോട്ട് നമ്മളോട് സംസാരിക്കും, നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറണം, അങ്ങനെ ഒരു ബുദ്ധി നിങ്ങൾക്ക് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധി നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ വളരെ സാമർത്ഥ്യത്തോടെയാണ് എല്ലാവരോടും ഇപ്പോൾ പെരുമാറുന്നത്. അതായത് ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എനിമീസില്ലേ, നിങ്ങളുടെ ഈ ഒരു ഊർജ്ജത്തിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനിമീസിന് തോന്നുന്നത് നിങ്ങൾ കാര്യങ്ങളെല്ലാം നേരെയാക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ബാലൻസ് വരാൻ പാടില്ല. അതാണ് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മെൻ്റലി നിങ്ങളെ എങ്ങനെ തളർത്താം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് മെൻ്റലി നിങ്ങളെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ഗെയിം ഇവർ പ്ലേ ചെയ്യും നിങ്ങളുടെ ആ ഒരു ജീവിതം വച്ച്. അങ്ങനെയും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മുന്നേ നിങ്ങൾക്ക് ഈ വ്യക്തികൾ കാരണം ഒത്തിരി വലിയ ലോസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ജീവിതത്തിൽ. അതേ സെയിം സിറ്റുവേഷനിലേക്ക് അവർ നിങ്ങളെ കൊണ്ട് വിടാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ആരാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്ന കാര്യം ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങൾ അവരുടെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടണം, പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടണം. ചിലപ്പോൾ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കണം, പൈസ കടം തരുമോ എനിക്ക് എന്നുള്ളതിൽ. അങ്ങനെയൊക്കെ നിങ്ങളെ മാനസികമായും ശാരീരികമായും ഭയങ്കരമായിട്ട് തളർത്തേണ്ട ആ ഒരു അവസ്ഥ, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പവർ മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മോശം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റണം, എങ്കിൽ മാത്രമേ നിങ്ങൾ തകരത്തുള്ളൂ. അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നു. അതായത് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പേടിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത സിറ്റുവേഷൻസ് ഇവർ ക്രിയേറ്റ് ആക്കും. അതിൽ നിങ്ങൾ പേടിക്കുമെങ്കിൽ
അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചിട്ട് ഇവരുടെ കീഴിൽ വരണം. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് എവിടെ നിന്നും നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇത്രമാത്രം നിങ്ങളെ തളർത്താൻ വേണ്ടിയും തകർക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മുഖംമൂടി ഇട്ട ആൾക്കാരെയാണ്. അതായത് 1 2 വ്യക്തികൾ മുഖംമൂടി ഇട്ട് നിങ്ങളുടെ മുന്നിൽ നല്ലതെന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു സപ്പോർട്ട് ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഇത്ര മോശമായിട്ട് താഴ്ന്ന കളികൾ ഇവർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ഇവർ എത്ര തന്നെ പദ്ധതികൾ പ്ലാൻ ചെയ്താലും ഇവരുടെ പദ്ധതികളിൽ ഇവർ തന്നെ വീഴുന്ന വലയിലായി പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഇവരുടെ മുന്നിൽ നിങ്ങൾ കാല് പിടിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു നിവൃത്തിയുമില്ലാതെ നിങ്ങൾ ഇവരുടെ മുന്നിൽ ചെല്ലണം, സഹായം ചോദിച്ചുകൊണ്ട് ആ രീതിയിൽ നിങ്ങളെ ആക്കണം. അങ്ങനെ ആക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്ലാനിങ് ഇവർക്ക് തന്നെ വിനയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങളെ അതോറിറ്റിയിൽ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 4 4 11 11 ഈ നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു 4 4ൻ്റെ എനർജി നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും ദുഃഖിക്കരുത്. നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളെ വീണ്ടും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനോ അതിനു വേണ്ടിയാണ് കാണുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ ഒരു 444ൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റിവാർഡ് കൊണ്ട് തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആര് നിങ്ങളുടെ ലൈഫിലെ ബാലൻസിനെ തകർക്കാൻ ശ്രമിച്ചാലും അവർക്ക് തിരിച്ച് അവർ ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതായത് അവർ ചെയ്യുന്ന തെറ്റിൽ അവർ തന്നെ വീണു പോകും. അങ്ങനൊരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിക്കും. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ട്രയാങ്കിളിൻ്റെ ആ ഒരു എനർജികളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. ശ്രീയന്ത്രത്തിൻ്റെ ആ ഒരു ഇമേജ് അത് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇവിടെ ഒരു ഊർജ നിങ്ങളെ രക്ഷിക്കുന്നതായിട്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഊർജ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവുകയില്ല. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സമയം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒത്തിരി ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സന്തോഷത്തെ തകർത്ത് എങ്ങനെ നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കാമെന്ന് ശ്രമിക്കും. പക്ഷേ അതിൽ അവർ തന്നെ ആ ഒരു ഇതിൽ വീണു പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലെ സന്തോഷത്തിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സന്തോഷം ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കണം എപ്പോഴും. അതായത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ഇൻബാലൻസായി എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്ന ആ സ്വഭാവമില്ലേ, അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കണം. അപ്പോൾ ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് റിലേറ്റഡ് ആയിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം, വളരെ മോശമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യണം, ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ട് നിറയണം. നിങ്ങൾ എപ്പോഴും ചെറിയ കാര്യത്തിന് പോലും റിയാക്ട് ചെയ്ത് ദേഷ്യപ്പെടണം. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള മോശം രീതിയിലുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തികൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാരെല്ലാം വിചാരിക്കണം ഈ കൊച്ചിങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരങ്ങനെയാണ്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്കൊരു ടാഗും തരണം, ഇവളിങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്ന്. അപ്പോൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് മനഃപൂർവ്വമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ശാന്തിയും സമാധാനവും നിലനിർത്തേണ്ടതാണ്. കാരണം ഇങ്ങനെ ചില ആൾക്കാർ പുറത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ശാന്തി കളയാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു സംസാരം വളരെ തരം താഴ്ന്നതായിരിക്കും. പക്ഷെ നമ്മൾ അതേപോലെ തരം താഴ്ന്ന് അവരെപ്പോലെ സംസാരിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് നമ്മളുടേതായൊരു മാന്യതയുണ്ട്. അതേപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അവരങ്ങനെ ചിന്തിച്ചെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ഞാനാവണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബാലൻസ് കളയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. നെക്സ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾ ഉറപ്പായിട്ടും വയ്ക്കുക.
ഇവിടെ നിങ്ങൾ നല്ല വഴിയിൽ കൂടെ നല്ലതായിട്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നോക്ക്, നിങ്ങൾ മോശം രീതിയിൽ തകർക്കണമെന്ന്. അപ്പോൾ അവരല്ലേ മോശം കർമ്മം ക്രിയേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല വഴി പോകുന്ന വ്യക്തിയെ എങ്ങനെ തകർക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ മോശകർമ്മം ക്രിയേറ്റ് ആക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആ വ്യക്തിയോട് ഒന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവം ഇത് കാണാതെ പോകുന്നില്ല. ദൈവം ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഫൊർഗീവ് ചെയ്യുമായിരിക്കും, പക്ഷെ ദൈവം ഒരിക്കലും അവരോട് ഫൊർഗീവ് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, എനിക്ക് ആരോടും വഴക്കിടാൻ വയ്യ, ആരോടും വാശിയും അതൊന്നും തീർക്കാൻ എന്നെക്കൊണ്ട് വയ്യ, അവരവർ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അവരവർ തന്നെ അനുഭവിക്കും. അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ നിങ്ങൾ വയ്ക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങളോട് അവരുടെ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇത്രമാത്രം പറയുകയുള്ളൂ, ദൈവത്തിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന്. അത്രമാത്രമേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, പിന്നെ എന്ത് നിങ്ങൾ പേടിക്കണമെന്ന്. ഇവിടെ ആരായാലും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കുകയാണ് എങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും കർമ്മ റിട്ടേൺ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഇങ്ങനെയുള്ള മൈൻഡ് ഗെയിമും പ്ലാനിങ്ങും എല്ലാം നിങ്ങൾ ഇതിന് മുമ്പേയും കണ്ടതാണ്. അപ്പോഴെല്ലാം ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ കിട്ടിയതും നിങ്ങൾ കണ്ടതാണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈശ്വരനിലുണ്ട്. ഇവിടെ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും മോശം ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു കുഴപ്പവുമില്ല, അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, അപ്പോൾ എനിക്ക് എന്താ ന്യായം ലഭിക്കാത്ത ദൈവമേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവം കുറച്ചും കൂടെ സമയം കൊടുക്കുന്നതാണ് മാറാൻ വേണ്ടി. ഇനിയും മാറിയില്ല എങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലിയ ശിക്ഷയായിരിക്കും. ഇവിടെ സമയം പോകുന്ന അനുസരിച്ച് ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം വളരെ മോശം രീതിയിൽ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഒത്തിരി അപമാനം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇതേ സെയിം പാറ്റേൺ ഇനി ഇവരുടെ ലൈഫിലും വരാൻ പോകുകയാണ്. ഇവർക്കും ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ലോസസിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സഡനായിട്ടായിരിക്കും ഇവരുടെ ലൈഫിൽ നിന്ന് പല കാര്യങ്ങൾ ഇവർക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ ഈ ഒരു എനിമിയുടെ അവരുടെ തന്നെ ആ ഒരു കർമ്മം തന്നെയാണ്, അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്തോ പെട്ടെന്ന് നഷ്ടമാകും, സഡനായിട്ട് നഷ്ടമാകും. ഇവിടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യം എന്താണോ അതാണ് ഇവരിൽ നിന്ന് നഷ്ടമാകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത്. അവർക്ക് അവർ ചെയ്തതിൻ്റെ ഫലം ലഭിച്ചു എന്ന് മാത്രം വിശ്വസിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മോശം ഫീലായിരിക്കും ഉണ്ടാകുന്നത്. അതായത് എന്തൊരു ജീവിതമാണിത്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നല്ലോ, ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടമില്ലേ, ഭയങ്കരമായിട്ട് നിങ്ങൾ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എവിടെയാണോ പോസിറ്റിവിറ്റി ഉള്ളത് അവിടെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സംസാരം നിങ്ങൾക്ക് ഒട്ടും തന്നെ സാധിക്കത്തില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംസാരമേ പറ്റത്തുള്ളൂ. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അതായത് അവർ തെറ്റ് ചെയ്താൽ അവർക്ക് മനസ്സിലാവും തെറ്റാണ് എന്ന്, എങ്കിൽ അവർ ഉറപ്പായിട്ടും മാപ്പ് ചോദിക്കും. ചില ആൾക്കാരുണ്ട് എത്ര തെറ്റ് ചെയ്താലും മാപ്പ് ചോദിക്കത്തില്ല. അവർ ഞാനെന്ന ഭാവത്തിൽ അഹങ്കാരമായിട്ട് ഇരിക്കും. അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആ ഒരു എനിമി. നിങ്ങൾ പക്ഷേ എന്ത് തെറ്റ് ആരോട് ചെയ്താലും നിങ്ങൾ സോറി പറയും, മാപ്പ് ചോദിക്കും. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ പോലും സാധിക്കത്തില്ല, അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ചില ആൾക്കാരാകട്ടെ എത്ര തന്നെ വലിയ വലിയ തെറ്റുകൾ ചെയ്താലും അവർ ചെയ്ത തെറ്റാണെന്ന് അവർക്ക് ഫീൽ ആവത്തില്ല. അതുകൊണ്ട് അവർ സോറിയും ചോദിക്കത്തില്ല ആരോടും. ഇവിടെ 2-3 വ്യക്തികളുടെ ചേർന്നുള്ള ഒരു കാര്യമാണിത്. സെൻട്രലിൽ ഒരു വ്യക്തിയാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി മാല ജപിക്കത്തില്ല, അതേപോലെ ഓരോ ദിവസവും അവരുടെ മനസ്സിൽ നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് പല പ്ലാനിങ്ങും, അതായത് മോശമായിട്ടുള്ള പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി വളരെ വലിയ ശത്രുവായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഇതിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വളരെ മോശം ഭാഷ യൂസ് ചെയ്യുന്നു, അതായത് വളരെ താഴേക്കിടയിലുള്ള ഭാഷയില്ലേ, അതായത് നമ്മൾ പോലും കേട്ടാൽ അറയ്ക്കുന്ന ആ രീതിയിലുള്ള ഭാഷകളാണ് നിങ്ങൾക്ക് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്.
ഈ വ്യക്തി നേരിട്ട് നിങ്ങൾക്കെതിരെ അങ്ങനെയുള്ള ഭാഷകൾ പ്രയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഭാഷ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മുന്നേ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ശബ്ദമാണ് ഇവർ പ്രയോഗിക്കുന്നത്. പക്ഷേ പിന്നിൽ നിന്നുകൊണ്ട് വളരെ മോശം രീതിയിലുള്ള ശബ്ദമാണ് പ്രയോഗിക്കുന്നത് ഇവർ. ഇവിടെ ഈശ്വരൻ പറയുന്നത് എപ്പോഴും എത്ര ദേഷ്യം വന്നാലും ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നേർക്ക് മോശം രീതിയിലുള്ള വാക്കുകൾ നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. ഇവിടെ ആരായാലും ഇവിടെ നെഗറ്റീവ് രൂപത്തിൽ നിങ്ങൾക്കെതിരെ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ആ വ്യക്തിക്കും കൂടെ നല്ലത് വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ് ശ്രമിച്ചു. പക്ഷെ തിരിച്ച് ഈ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ച വ്യക്തിക്ക് തന്നെ മോശം ചെയ്ത ഒരവസ്ഥ, അങ്ങനെ ഒരു ഇതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് തന്നെ ഇവർ മോശം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആര് നിങ്ങൾക്കെതിരെ മോശം വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ, മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, അതെല്ലാം തിരികെ അവർക്ക് തന്നെ ഭവിക്കുന്നതാണ്. അതായത് അവർ വിചാരിക്കുന്ന അവർ ചെയ്യുന്നത് ദൈവം കാണുന്നില്ല എന്ന്. ദൈവം എല്ലാം കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടേണ്ട സമയമാകുമ്പോൾ അവർക്കത് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്തെന്ന് എല്ലാവരും മനസ്സിലാക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഇവർ. അതായത് എല്ലാവരും അറിയുമ്പോൾ പിന്നെ ഇവർക്ക് വായിൽ നിന്ന് ശബ്ദം വരത്തില്ല. ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം റിലേറ്റഡായിട്ട് നിങ്ങൾ കുറച്ച് ധൈര്യം വയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ, അസത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കത്തില്ല. ഇവിടെ സഡനായിട്ട് ഈ വ്യക്തി റിലേറ്റഡായിട്ട് പല കാര്യങ്ങളും പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ പുറത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സഡനായിട്ട് പുറത്ത് വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ഇവിടെ നിങ്ങൾ എന്തോ ഒരു തീരുമാനം, ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് എല്ലാവരും പോകുന്ന വഴിയിൽ കൂടെ പോവാതെ എല്ലാവരിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തോ ഒരു തീരുമാനം, ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം മനഃപൂർവ്വമായിട്ട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കർമ്മ റിട്ടേൺ ഈ വ്യക്തിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു കർമ്മ റിട്ടേൺ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈശ്വരൻ, കാരണം അത്രമാത്രം വളരെ ആഴത്തിലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങളുമാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയിലൂടെ ലഭിച്ചത്. കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇതെല്ലാം ഈ വ്യക്തി കാരണം സംഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കർമ്മ റിട്ടേൺ ഇവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങളെ ഈ വ്യക്തി ഇവരുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ഇനി ഇവർ സ്വയം നിങ്ങളുടെ കാൽ കീഴിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ മോശം രീതിയിലാണ് ഒരു വ്യക്തി കർമ്മ റിട്ടേൺ ഉണ്ടാവാൻ പോകുന്നത്. കാരണം ആ വ്യക്തി പോലും മനസ്സിലാക്കത്തില്ല ഈ വ്യക്തിക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്. ആ രീതിയിൽ സഡനായിട്ട് ഒരു കർമ്മ റിട്ടേൺ നിങ്ങളെ ദ്രോഹിച്ച ആ വ്യക്തി കിട്ടാൻ പോവുകയാണ്. ഇവിടെ 2020 വർഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോയത് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം മോശം സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ പോയതെന്ന്. അപ്പോൾ അതേ അവസ്ഥ ഈ വ്യക്തിക്കും ഇപ്പോൾ വരാൻ പോവുകയാണ്. ഇവിടെ പല കാര്യങ്ങളും ഈശ്വരൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ഒരു വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളെ ദ്രോഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു വലിയൊരു മാറ്റം ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ മുന്നേയൊക്കെ നിങ്ങൾ അത് വ്യക്തി എന്താണോ നിങ്ങളോട് ചെയ്യുന്നത് അത് സഹിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇനി അതിലൊരു മാറ്റം വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ആ മാറ്റം മെയിനായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യും നിങ്ങൾ. അല്ല അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇരിക്കാതെ നിങ്ങൾ ആ ഒരു ഇമോഷൻസിൽ ഒരു കൺട്രോൾ വയ്ക്കും നിങ്ങൾ. ഇവിടെ എന്തായാലും ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ മനസ്സിലാണ് കൂടുതലായിട്ട് ഈ ഒരു എനർജി എഫക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ ഇനി മുന്നോട്ട് പോകും. മുന്നേയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ചതിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ ഒരു മാസമൊക്കെ നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട സമയമെല്ലാം വെറുതെ കളയും. പക്ഷേ ഇനി അങ്ങനെയല്ല. നിങ്ങൾ ഇമോഷൻസിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കത്തില്ല. ഇങ്ങനെ ഇമോഷണലായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകണം. എൻ്റേതായ കാര്യങ്ങൾ എനിക്കുണ്ട്. അതിൽ ഫോക്കസ് ചെയ്യണം. എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം. അങ്ങനെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു സ്ഥിതി മാറ്റുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തി മെൻ്റലി ഇമോഷണലി ബാലൻസ് ആയാൽ ആ വ്യക്തി ശരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു വ്യക്തി മെൻ്റലി ഇമോഷണലി ഇൻബാലൻസ് ആകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും പൂർണ്ണമായിട്ടും ഡിസ്കണക്റ്റ് ആകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു ചിന്തിക്കണം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളെ കുറിച്ച് എന്തിനും ചിന്തിക്കണം, അവർക്ക് എന്തിനു റെസ്പെക്റ്റ് കൊടുക്കണം, അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് വയ്ക്കണം, അതാണ് നല്ലത് നിങ്ങൾക്ക് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ ഇതിനെയും കാട്ടി വലിയ സാഹചര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തവരാണ്. പക്ഷേ ഈ ചെറിയ ആ ഒരു കാര്യം വരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്തുകൂടാ എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നും. ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിൽ വലിയ ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫീലാകുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ഉള്ളിൽ എന്തോ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായതായിട്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനം എടുക്കും. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യാത്തത് ആ കാര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഡിസ്കണക്റ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഡിസർവ് ചെയ്യാത്തത് നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. ഇവിടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കേണ്ടി വരും. മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് ആയിരിക്കും നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് മിറർ നമ്പറുകളായിട്ട് കാണാൻ സാധിക്കും. മിറർ നമ്പർ കാണുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ എനിമിയുടെ ആ ഒരു ചിന്താഗതി നിങ്ങൾക്ക് വേണ്ടി എന്താണ്, അതാണ് ആ മിറർ നമ്പറിലൂടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ മിറർ നമ്പർ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളത് നോക്കണം, സെർച്ച് ചെയ്ത് നോക്കണം എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന്. ഇവിടെ എന്തായാലും എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തണം. നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു ഗ്രോത്ത് തടയണം. ഇവരുടെ ആ ഒരു കൺട്രോളിൽ നിങ്ങൾ വരണം. അതിന് വേണ്ടിയാണ് ഇവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിന് വേണ്ടി പദ്ധതികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് തന്നെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ നോക്കിയാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ആര് ഈ ലോകത്ത് എന്ത് പറയുന്നു നിങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോകണ്ട. ലോകത്തിലുള്ളവരുടെ മെയിൻ സ്വഭാവം മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയാണ്. അത് ജീവിതകാലം മുഴുവൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.